ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പഴയ വീഡിയോ കേട്ടോ. ഞാൻ മാഹി പള്ളിയിൽ ഒറ്റയ്ക്ക് പോയൊരു വീഡിയോ, അതും വാശിപ്പുറത്ത് പോയൊരു വീഡിയോ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒപ്പരം വരാമെന്ന് പറഞ്ഞാൽ ആരും വന്നില്ല. അച്ഛനും അമ്മയെല്ലാം ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ്, പക്ഷെ എല്ലാവർക്കും എന്തെല്ലോ കാരണം കൊണ്ട് വന്നില്ല. ഞാൻ നേരെ പന്തക്കേന്ന് മാഹി ബസ് കയറി നേരെ മാഹിപ്പള്ളീൻ്റെ മുമ്പിൽ ഇറങ്ങുക. വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്ന് ഉള്ളിൽ കയറാൻ. ഞാൻ പകലാട്ടോ പോയത്. അപ്പോൾ കുറച്ചല്ല, ഒരു 20-25 മിനിറ്റ് എന്തായാലും ക്യൂ നിന്നിന് ആ വെയിലത്ത്. ഭാഗ്യത്തിന് ബേക്കിലുള്ള ഒരു ചേച്ചി കുടയെല്ലാം പിടിച്ചുള്ളതുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ആ കുടേൻ്റെ മേൽ ചൂടിയിട്ട് ഞാൻ നിന്ന്. അപ്പം നമ്മൾ അടുത്തെത്താനായി. പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ ഫോൺ അലോഡ് എല്ലാം തോന്നും. പക്ഷേ ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രം, ഫോട്ടോ അല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിനെന്ന് തോന്നും. അങ്ങനെ കുറച്ചായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല. അത് നല്ല അടിപൊളിയിൽ അലങ്കരിച്ചിട്ടെല്ലാം ഉണ്ട് കേട്ടോ. സൂപ്പർ അലങ്കാരമാണ്. ഞാനിവിടെ കാര്യമായി വന്നത് ചന്ത മൊത്തം നിരങ്ങാൻ വേണ്ടിയിട്ട്. ഒറ്റക്കായി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആരും അല്ലെങ്കിൽ എന്നാ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മതി വാ പോവാ അതുണ്ടാവില്ലേ എന്തായാലും. ഒറ്റക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കയ്യിൽ പൈസയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അതിൻ്റെ ഉള്ളിൽ കയറുക, ഇഷ്ടമുള്ള എടുക്കുക, ഇങ്ങ് പോരുക. അടിപൊളി ഡെക്കറേഷനായിട്ട് ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ പോയ ദിവസം ഒരു ഡിസംബർ എന്ന് പറയുന്നത് ഒക്ടോബർ 19-20 ആ ഒരു ഡേറ്റിലാണ്. എപ്പോഴാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ്. പക്ഷേ ഭയങ്കര തിരക്ക് അവിടെ. പൊതുവേ 14-15 തിരക്കുള്ള ദിവസം, രാത്രിക്കായാലും പകലായാലും അത് വിശേഷപ്പെട്ട ദിവസം. പക്ഷേ ഈ ഒരു സമയത്ത് പകൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ പ്രസാദമെല്ലാം വാങ്ങി. ഞാൻ മെഴുകുതിരി കത്തിക്കുന്നത് കുറേ പരതി, ഇവിടെയുള്ളതൊന്നും കാണില്ല. അപ്പോൾ അവിടെ നിന്നൊരു വെള്ളം കിട്ടി. അത് അത്ര രസമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പോയി നോക്കുമ്പോൾ ആടെ ഒന്നുമില്ല മെഴുകുതിരി കത്തിക്കുന്നത്. ഞാൻ മുമ്പ് നടന്നിട്ട് മുമ്പിലെത്തുമ്പോൾ അവിടെ ഏതാ മെഴുകുതിരി കത്തിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഞാൻ പാക്കറ്റ് മെഴുകുതിരിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ 3 എണ്ണം എൻ്റെതാ കേട്ടോ, നേർക്ക് കാണിച്ചത്. അപ്പം കത്തിച്ച് എൻ്റെ കയ്യിൽ ഉരുകി ഇതായിരുന്നു. അപ്പം അതെല്ലാം അത് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒന്നും നോക്കണ്ടല്ലോ, ചന്തയിലേക്ക് അങ്ങ് പോയി. താനിക്ക് കുറേ വള, മാല, ക്ലിപ്പ് ഇതെല്ലാം എനിക്ക് വാങ്ങേണ്ട കാര്യങ്ങൾ. ഈ ഒരു സാധനമൊന്നും എനിക്ക് വേണ്ട, ഇപ്പോൾ കളിക്കുന്നത് ഒന്നും വേണ്ട. പിന്നെ എനിക്കൊരു 2-3 കമ്മൽ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. ബാക്കി ഓക്കുള്ള സാധനം അംഗനവാടിയിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് അതിനുള്ള കുറച്ച് സാധനം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് വേണ്ടിയിട്ട് തന്നെ പോയതാട്ടാടാ. ഇതാകുമ്പോൾ 20-30 റുപ്യേൻ്റെ സാധനം ഉണ്ടാവുമല്ലോ. ഞാൻ നോക്കുമ്പോൾ പിന്നെ കമ്മലുണ്ട്. അത് കണ്ടത് പിന്നെ വാങ്ങാൻ പോരാനൊരു മനസ്സ് വന്നില്ല. ഇങ്ങനെ 2 കമ്മൽ വാങ്ങി. പിന്നെ ഓരോ സ്ഥലത്ത് ഒരുപാട് ചന്തയുണ്ട്. എവിടുന്നെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ കുറേ ഈ റോഡ് കൂടി ആയതുകൊണ്ട് നടന്ന് പോകുമ്പോൾ ഈ ഒരു മാലേൻ്റെ ഇത് കണ്ട് താനിക്ക് അവിടെ നിന്നൊരു മാല വാങ്ങി. 50 രൂപ കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് മാല കാണാൻ. അപ്പോൾ അവിടെ നിന്ന് മാലയെല്ലാം വാങ്ങി. ഇതാട്ടോ ഈ പകൽ സമയത്തെ മാഹിപ്പള്ളീൻ്റെ രൂപം. ആ ഫുള്ള് ലൈറ്റാട്ടാ, ആ ഒരു ഡെക്കറേഷൻ പോലത്തെല്ലാം. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഞാനൊരു കൊന്ത വാങ്ങിയിട്ടുണ്ടായിന്, അതൊന്നും ഇതിൽ കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളിലുണ്ട് ഇങ്ങനെ പോകേണ്ടത്. അപ്പം ഇങ്ങനെ പോയി ഇതിലെ പഴയ മുട്ടായികൾ അങ്ങനത്തെ സൈഡിലൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. ജസ്റ്റ് നോക്കിയെന്നല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ട കുറേ കമ്മലിൻ്റെയും പിന്നെ താനിക്ക് വേണ്ട ഐറ്റംസ് 20-30 റുപ്യേൻ്റെ ആ ഒരു സൈഡിലേക്ക് മാത്രമേ ഞാൻ എൻ്റെ കണ്ണങ്ങ് പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ നോക്കിയത് പാവ് ബജിയാണ്. ഇവിടെ ഏടും പാവ് ബജിയില്ല. അത് ഇത്രയും സാധനം ഞാൻ താനിക്ക് വാങ്ങി കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു പാനിപ്പൂരി കഴിച്ച് ഒരു ഐസ്ക്രീം നിർബന്ധമായിട്ടും കഴിക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. എൻ്റെ തൊണ്ടയ്ക്ക് കിച്ചായോണ്ട് കേട്ടോ, സൗണ്ടിന് ഇച്ചിരി എന്തെല്ലോ സൗണ്ട് പോലെയുണ്ട്. അപ്പോൾ പാനിപ്പൂരി
ഒരു മോശമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും സാധനമെല്ലാം വാങ്ങി വേഗം വീട്ടിലേക്ക് തിരിച്ചിട്ടോ. തിരിച്ച് വീട്ടിലെത്തിയിട്ട് പൂവ് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത വീഡിയോ കേട്ടോ ഇത്.